ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്പൈസിയും ടേസ്റ്റും ആയിട്ടുള്ള ഇഫ്താറിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, നമ്മൾ കല്ലുമ്മക്കായൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ പോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് അരി ഇളം ചൂടുവെള്ളത്തിൽ 4 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ള അരിയാണിത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ, ഒരു ചെറിയ കഷ്ണം പുതിന, ഒരു 2 തണ്ട് മല്ലിയില, ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. 2-3 അല്ലി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ ചേർക്കാൻ വിട്ടുപോയതാണ്. നമുക്കിത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ അരി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് ടൈറ്റാക്കി എടുക്കാം. കുറച്ച് ലൂസിലാണ് അരച്ചിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ച് അരിപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പം കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് ഉരുളകളാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബീഫിൻ്റെ മസാലയാണ്. ഇത് മുമ്പേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെമ്മീനാണോ ചിക്കനാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഷേപ്പിലാണ്. ഇത് നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഫുള്ളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു വാഴയില വെച്ചിട്ട് അതിൻ്റെ മേലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇതൊരു 20-25 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതുപോലെ ബോക്സിലാക്കിയിട്ട് നമുക്ക് ഒരു 4-5 ദിവസം വരെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാനും പറ്റും. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുന്നത് മുളക് മാത്രമാകുമ്പോൾ നല്ല എരിവായിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കാതിരിക്കുന്നതിനാണ് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ എരിവ് കുറച്ച് കുറഞ്ഞ് കിട്ടും. ഇത് ഓപ്ഷനിലാണ്, വേണ്ടുന്നവർ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊരു ബാറ്ററാക്കി എടുക്കാം. ഇതേപോലെ ലൂസിൽ വേണം ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മുളക് പൊടിയിൽ ഓരോന്നായിട്ട് എടുത്തിട്ട് മുക്കിയിട്ട് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ വെറും മുളക് പൊടിയാകുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇതുപോലെ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ കരിഞ്ഞു പോകില്ല. നമുക്കിങ്ങനെ ഒരുപോലെ കറക്റ്റായിട്ടുള്ള ആ ഒരു പാകത്തിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സൈഡും ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നല്ല സ്പൈസിയും ടേസ്റ്റും ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.